അങ്ങനെ ഭൂട്ടാനിൽ ആദ്യമായിട്ട് കയറുക, ഒരാദ്യത്തെ ഇൻ്റർനാഷണൽ ബോർഡർ എൻട്രി, അതും ഓൺ റോഡായിട്ട് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതി. നമ്മളെ ജീവിതത്തിലെ ഒരു വലിയൊരു ആഗ്രഹം, ആദ്യത്തെ ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസിംഗ്, വണ്ടിയുടേതും എൻ്റേതും. ഞാൻ ആദ്യമായിട്ടാണ് വിദേശ രാജ്യത്ത് ഒരിടത്ത് പോകുന്നത്. വണ്ടിയും കൊണ്ട് പോകാൻ പറ്റിയത് വലിയ സന്തോഷമാണ്. EVL കേരളത്തിൽ നിന്ന് ഭൂട്ടാനിൽ എത്തും എന്നുള്ളത് സ്വന്തത്തിൽ പോലും വിചാരിച്ചൊരു സംഭവമല്ലായിരുന്നു. നിതിൻ ചേട്ടനായിട്ട് പരിചയപ്പെട്ട ഒരുതിന് ശേഷം ഞങ്ങളൊരു ചെറിയൊരു യാത്രയിലാണ് ഓൺലൈൻ ട്രിപ്പ് പോകാനെ കുറിച്ചുള്ളത്. എനിക്ക് ഫുള്ളി എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് നിതിൻ ചേട്ടൻ ഇതിനു മുന്നേ വേറെ ഒരു രാജ്യത്ത് പോയി കാണും, പക്ഷേ ആദ്യത്തെ രാജ്യം തന്നെ. അപ്പം ഞങ്ങൾ രണ്ടും തുല്യ എക്സൈറ്റഡ് തന്നെയാണ് വരുന്നത്. ഇത് പിന്നെ EVL വരാൻ പറ്റിയത് ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇനിയിപ്പം നേപ്പാളും കൂടെ പോകുന്നുണ്ട്. എൻ്റെ ഒരു ഇതിലായിട്ട് ഇന്ത്യയിലെ ചരിത്രം ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ കേരളത്തിൽ നിന്നും EVL വന്ന് ഭൂട്ടാനും നേപ്പാളെല്ലാം കവർ ചെയ്തിട്ട് പോകുന്നത്. പിന്നെ ഫസ്റ്റ് വളരെ എക്സൈറ്റഡ് ആണ്. എന്താ പറയേണ്ടതെന്നുള്ള അറിയത്തില്ല. ഫ്രൈഡ് റൈസും മോമോസും പിന്നെ ഇതിൻ്റെ പേരിൽ ഹെമാദാസ് മുളകിട്ടൊരു കറിയാണ്. ആ ഇടത്തോട്ട് കാണിച്ചേക്കുന്ന ആരോ കാണിക്കുന്നിടത്തൊരു ചുമല ബോർഡ് കണ്ടോ? അതിൻ്റെ സൈഡിൽ കൂടെ വേണം ഇവരുടെ പെഡസ്ട്രിയൻ എൻട്രിയിലോട്ട് പോകാൻ. അവിടുത്തെ 3ാമത്തെ ഗേറ്റിൽ ചെന്നിട്ട് നമ്മുടെ ID കാർഡൊക്കെ വെരിഫൈ ചെയ്ത് ഒരു ഉള്ളിലോട്ട് വിടും. ഉള്ളിലോട്ട് വിട്ട് കഴിയുമ്പോൾ നമുക്ക് ടൂറിസ്റ്റുകൾക്കൊരു സ്പേസ് ഉണ്ട്. അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ കൗണ്ടറിലോട്ട് വിടും. അപ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ടോ വോട്ടർ ID കാർഡോ ആധാർ കാർഡോ അവിടെ എടുക്കുകയില്ല. അതോ കൊടുത്തിട്ട് നമ്മുടെ ഇത് രജിസ്റ്റർ ചെയ്യുക. അതിപ്പോൾ ഡ്രൈവറാണെങ്കിലും പാസഞ്ചർ ആണെങ്കിലും ഇതേ പ്രൊസീജിയർ ചെയ്യുക. വണ്ടി നമ്മുടെ ഇന്ത്യയിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ച് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തേക്കാം. ആ അഡ്രസ്സ് ഈ ഗേറ്റിൻ്റെ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ആ അഡ്രസ്സ് നമ്മൾ എൻട്രി ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഡ്രൈവറുടെ ഡീറ്റെയിൽസ് അവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഐഡിയുടെ നമ്പർ അടിച്ച് കഴിയുമ്പോൾ വരും. അതോ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഏതാണോ പാസഞ്ചറുടെ ഡീറ്റെയിൽസ് ഏതാണോ അത് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എൻട്രി കൂടെ കയറാം. ഈ എൻട്രി കൂടെ കയറി നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് സ്ട്രെയിറ്റുള്ളൊരു വഴിയെ പോകുമ്പോൾ അവിടെ ഒരു ചെക്കിങ് ഉണ്ട്. നമ്മുടെ ഒരു QR കോഡ് കിട്ടും. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ QR കോഡ് വെച്ചിട്ട് അവർ നമ്മളെ സ്കാൻ ചെയ്ത് അകത്തോട്ട് വിടും. ഒരു ദിവസത്തേക്ക് മാത്രമാണെങ്കിൽ നമ്മൾ SDF എന്ന് പറയുന്നത് പൈസ ഒന്നും അടയ്ക്കേണ്ട. അതുപോലെ വണ്ടിക്കോ ഒന്നും വേറെ പൈസകളൊന്നും അടയ്ക്കേണ്ട. ഒരു ദിവസത്തിൽ കൂടുതലാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പം 4500 രൂപ പെർ ഡേ വെഹിക്കിളും 1200 രൂപ പെർ ഡേ പെർ പേഴ്സണുമാണ് വരുന്നത്. അത് നമ്മളിവിടെ ഈ ഇമിഗ്രേഷൻ കൗണ്ടറിൽ തന്നെ പറഞ്ഞ് നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം എടുക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ മുക്കിന് ഹോണടിയൊന്നും ഇവിടെയില്ല. ആൾക്കാരെല്ലാം വളരെ സൗമ്യമായിട്ടൊക്കെയാണ് പോകുന്നത്. അവർ പൈസയൊക്കെ തരുമ്പം അവർ വലത്തെ കൈയും ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ സപ്പോർട്ട് ചെയ്ത് മാത്രമേ മേടിക്കാറും കൊടുക്കാറും ഉള്ളൂ. എല്ലാവരും വളരെ പൊളൈറ്റായിട്ടാണ് വർത്തമാനം പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു 3-4 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. ആ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. എല്ലാവരും വളരെ പൊളൈറ്റായിട്ട് വർത്തമാനം പറയും. ഒരു വണ്ടി കുത്തിക്കയറ്റിക്കൊണ്ട് പോവോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തൂടെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോകുമൊന്നുമില്ല. എല്ലാവരും ആ ക്യൂവിൽ നിന്ന് കറക്റ്റായിട്ട് അടുത്ത ഫ്രണ്ടിലത്തെ വണ്ടി നീങ്ങാതെ അവരെടുക്കുകയില്ല. അതുപോലെ ഏറ്റവും നല്ലൊരു കാര്യം കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ സീബ്ര ക്രോസിങ് ലൈനിൽ ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ ആ ആൾ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ ചെല്ലാതെ അവർ വണ്ടി എടുക്കുകയില്ല.
അതുപോലെ നമ്മളൊരാൾ വണ്ടി റോഡിലിട്ട് തിരിക്കുകയോ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അവരൊരു കാരണവശാലും ഹോണടിച്ച് വെറുപ്പിക്കുകയില്ല. ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഭൂട്ടാനിലുള്ള ഒരു സ്ഥലമാണ്. ഭൂട്ടാനിൽ നിന്ന് പതുക്കെ ഇവിടുത്തെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങുവാണ്. ഇങ്ങനെ ഒരു പാലം കണ്ടപ്പോൾ അടുത്തൊരു സ്ഥലം നല്ല രസമുണ്ട് ഭൂട്ടാൻ. പിള്ളേരും ഒക്കെ ആയിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നല്ല ചിലവേറിയ പദ്ധതിയാണ്. ഭൂട്ടാനിൽ കയറിയപ്പോൾ കണ്ടില്ല ആ സെക്യൂരിറ്റി കേരളത്തിൽ നിന്നാണെന്ന് അന്നേരം ചോദിച്ചില്ലേ പുള്ളി. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഇമ്പാക്ട് ആയിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ആ കർണാടകത്തിൽ നിന്ന് കണ്ട അവർ പുള്ളിക്കാരൻ പോലും പറഞ്ഞത് തന്നെ കേരളത്തിൽ നിന്ന് റോഡ് ട്രിപ്പ് നടത്തുന്ന പോലെ ഇന്ത്യയിൽ ഒരിടത്തുനിന്നും ആൾക്കാർ റോഡ് ട്രിപ്പ് നടത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് റോഡ് ട്രിപ്പിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് മലയാളികൾ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമുക്കതിൽ നല്ല രീതിയിൽ അഭിമാനിക്കാം. അപ്പോൾ എല്ലാവരും യാത്രകൾ ഇതുവരെ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തൊരു യാത്ര ചെയ്ത് തുടങ്ങുക. ചെറിയ ഡിസ്റ്റൻസ് ആണെന്നുള്ള ആദ്യമായിട്ട് കവർ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് അതൊരു തുടക്കമായിട്ട് നല്ല തുടക്കമായിട്ട് എടുക്കുക. കാരണം എറണാകുളത്തൊരു ഒരു അപ്പച്ചനും അമ്മച്ചിയും ഇപ്പം എനിക്കൊന്ന് പുള്ളിക്കാരനായിരുന്നു മരിച്ചു പോയെന്ന് തോന്നുന്നു, ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെ. അപ്പം പലരും പറയുന്ന ഒരു റീസണാണ് ക്യാഷില്ല, അല്ലെന്നുണ്ടല്ലേ ജോലി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ. പക്ഷെ അതൊന്നും ഒരു ഇതല്ല, ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ആ അപ്പച്ചനും അമ്മച്ചയൊക്കെ. അവർ എല്ലാവരും ട്രാവൽ ചെയ്യുക, കുറേ കാര്യങ്ങൾ സ്ഥലങ്ങളും മനസ്സിലാക്കുക, ഓരോ കൾച്ചറും ഓരോ സ്ഥലത്തെ ഭക്ഷണ രീതികളും ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലായിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുക, അല്ല നമ്മൾ വേറെ മറ്റുള്ളവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്കുള്ളതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുക. പിന്നെ അതുപോലെ എല്ലാ അലക്കും കഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടായിരുന്ന മിക്കവാറും കെട്ടിച്ചുണ്ടാവുകയില്ല. അതുകൊണ്ട് സാഹചര്യം ഉണ്ടാകുമ്പോൾ പോവുക.